ഹലോ എല്ലാവർക്കും മറ്റൊരു റിവ്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കുറേ എപ്പിസോഡായി റിവ്യൂ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഈ എപ്പിസോഡ് വൈസായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ ലാസ്റ്റ് ബിൻസി ഔട്ടായ ഒരു ഒരാഴ്ച അടുപ്പിച്ച ലാസ്റ്റ് വീഡിയോ വന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു വീക്കായി. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ പണിപ്പുര എൻട്രിക്ക് വേണ്ടിയുള്ള ടാസ്കുകളായിരുന്നു. ഫസ്റ്റ് ടാസ്ക് ആദ്യത്തെ രണ്ട് ടാസ്ക് ടീം വൈസ് ടാസ്കുകളായിരുന്നു. ആനിമൽ ടാസ്കും പിന്നെ ഒരെണ്ണം മറ്റേ എന്തോ ഭൂമി കൈയടക്കല അങ്ങനത്തെ അതായിരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ ടാസ്ക് ആയിട്ട് വന്നത് എനിക്കൊന്ന് ഇതാണ്. ഫസ്റ്റ് ആയിട്ട് വന്നത് ത്യാഗികളെ സെലക്ട് ചെയ്തു. അത് റാൻഡം ആയിട്ട്, പക്ഷെ അത് അവര് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണത്. പക്ഷെ നമ്മളും പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചത് അങ്ങനെ. നമ്മൾ പറഞ്ഞില്ലേ ഒരു സീസൺ മുഴുവൻ ഒരാളത്തെ മിണ്ടാതിരിക്കാൻ പറയൂ. അതല്ല, ത്യാഗം ടാസ്ക് മറ്റേതല്ലേ. ത്യാഗം ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി വരണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി, അതാണ് ത്യാഗം ടാസ്ക്. അപ്പോ ത്യാഗം ടാസ്കില് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് കേട്ടപ്പോ വേണ്ട, അല്ലെങ്കിൽ ഫാമിലി വരട്ടെ. പക്ഷെ ബിഗ് ബോസ് സാധാരണ നമ്മള് ഫാമിലി വരുന്നത് ലാസ്റ്റ് വീക്കിലാണ്, അല്ലെങ്കിൽ 11ാമത്തെ വീക്ക് 10ാമത്തെ വീക്ക്. എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, കാര്യം ഈ പോയിന്റ് ഇത്രയും പേർക്കും കൂടെ വേണ്ട ഉള്ളതല്ലേ. ഫാമിലി വരാതിരിക്കാൻ പറഞ്ഞത് അല്ല, ഇത് 19-18 പേർക്ക് വേണ്ടിയാണല്ലോ ഇവര് കയറി പോയത്. പക്ഷെ ഇവർ അവിടെ ചെന്നിട്ട് എടുത്ത തീരുമാനം 3 പേർക്ക് വേണ്ടി ഉള്ളതായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ടാസ്ക് കൊടുത്തത്. ടാസ്ക് അങ്ങനെയല്ലായിരുന്നു, 3 പേര്. പക്ഷെ പോയിന്റ് എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ. 750 പോയിന്റ്. അതങ്ങനെ. പക്ഷെ അത് ബുദ്ധിപൂർവ്വം ചെയ്യായിരുന്നു, ഇവർക്ക് ശ്രദ്ധിക്കാത്തോണ്ടാണ്. ബുദ്ധിപൂർവ്വം അവരത് പെരുമാറുന്നെങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാരുടെ ഫാമിലിയെ സെലക്ട് ചെയ്തിട്ട് അവരെ ഫാമിലി വരണ്ട രീതിയിലാക്കിയിരുന്നെങ്കിൽ ആ പോയിന്റ് കിട്ടിയാൽ. പക്ഷേ അത് 4ാമത്തെ പെട്ടി തുറക്കുമ്പോഴേ അറിയുള്ളൂ. അതാണ്. അപ്പൊ അവരത് പ്രതീക്ഷിച്ചില്ല, അതങ്ങനെ ലാപ്സായി പോയി. പിന്നെ ഉണ്ടായിരുന്നായിരുന്നു നമ്മളെ ധീരന്മാരെ സെലക്ട് ചെയ്തിട്ട്. അത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. ധീരന്മാരെ സെലക്ട് ചെയ്ത് വിട്ടതിലാണ് ഇതേപോലെ ആര്യനെ പൊക്കി. അനീഷ് സൂപ്പർ ആയിരുന്നു, നല്ലോണം. തുടക്കത്തിൽ തന്നെ അവൻ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മുതലെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അവൻ കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്ത്. പിന്നെ ബിഗ് ബോസ് സംസാരിക്കാൻ പറഞ്ഞെങ്കിലും ബിഗ് ബോസിന് സഭ എപ്പോ വേണേലും മാറാം. അപ്പൊ ഒരു കണക്കിന് മിണ്ടാതിരുന്ന അപ്പാനി പോയി വായിക്കേണ്ടി വന്നു ടാസ്ക്. അതുപോലെ ആര്യന് മലയാളം വായിക്കാണല്ലോ എന്നുള്ളതും എക്സ്പോസ്ഡ് ആയി. പഠിച്ചത് അല്ലല്ല, നോർത്ത് ഇന്ത്യൻ ഇതാണ്. ഇന്ത്യൻ മലയാളി ഇതുണ്ട്, റൂട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പഠിച്ചൊക്കെ പുറത്താണ്. വെറും ഫേക്കാണ്, വളരെ ഫേക്കാണ്. കാരണം അവൻ എന്തോ വലിയ സംഭവമാണെന്നാണ് അവന്റെ വിചാരം. അവൻ മാത്രം വലിയ ടാസ്കിൽ ഭയങ്കരമായിട്ട് ചെയ്യുന്നു, ബാക്കി ആരും. അത് വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തുടക്കത്തിൽ കുഴപ്പമില്ലെന്ന്. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇത്തിരി അഹങ്കാരവും ആൾക്കാരെ പുച്ഛവും ഒരു മറ്റെന്താ കൂടിയ ഈ ഹൈറാർക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇതായിരുന്നു. അറിയുള്ളൂ, അതാണ് കറക്റ്റ് ആണത്. 3rd വീക്ക് കഴിഞ്ഞില്ലേ. അപ്പോൾ കാര്യങ്ങൾ ആൾക്കാരെ ക്യാരക്ടറൊക്കെ പുറത്തു വരുന്നുണ്ട്. വലിയ ധൈര്യശാലി വിട്ടിട്ട് ജിസേല്. പിന്നെ ഇവർക്ക് അത് ഇവരങ്ങനെ ബിഗ് ബോസ് അങ്ങനെ ചെയ്യൂല എന്നുള്ളത് ഇവർക്ക് അത് ചിന്തിക്കുന്നില്ല. ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ. അല്ലെങ്കിൽ ഇവരെ കണ്ടസ്റ്റന്റ് ഒന്നാമത് ഇവർക്ക് ഡ്രസ്സും മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇവരെ മുടിയും കൂടെ വെട്ടിക്കാൻ പറയുമോ? ഇല്ല. അപ്പൊ അതൊരു കോമൺ സെൻസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചെടുക്കണമായിരുന്നു. ജിസേലിന് ഓക്കെ, ഒരു മോഡലാണെന്നെങ്കിലും പറയാം. ആരിനും ആണെങ്കിലും അത് ചെയ്യാമായിരുന്നു. ഇപ്പൊ അപ്പാനിയൊക്കെ പറയുന്നത് ഞാനായിരുന്നു ചെയ്തേനെന്നുള്ളത്. പിന്നെ അവന്റെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരുപാട് നിലപാട് ആദ്യം പറഞ്ഞില്ല, പിന്നെ പറഞ്ഞെടുക്കുന്നു. പിന്നെ കിച്ചണിൽ വെച്ച് അനിമോളുടെ അടുത്ത് വന്നു പറയുന്നുണ്ട് 10,000 പോയിന്റിനായിരുന്നു ഞാൻ മുടി വെട്ടി. അല്ല, അത് അവിടെ നിന്നപ്പോ പറഞ്ഞാൽ അച്ഛന്റെ അച്ഛൻ മരിക്കുമ്പോൾ മുട്ട അടിക്കുന്നത് എന്നൊന്നും ഇവിടെ നാട്ടിലാരും മുട്ട അടിക്കാറില്ലേ. നോർമലി ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അച്ഛൻ മരിക്കുമ്പോൾ ചില എല്ലാവരും ചെയ്യില്ല, ചില കാസ്റ്റിലുള്ളവര് മുട്ട അടിക്കാറുണ്ട്, അത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവരാരും ജീവിതത്തിൽ മുട്ട അടിക്കാറില്ലേ? മുട്ട അടിക്കാറുണ്ടല്ലോ, അതെല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പം പുറത്ത് ചൂട് രാജ്യങ്ങളിലൊക്കെ ഞാനും പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 2-3 മുട്ട അടിച്ചിട്ടുണ്ട്, ഇല്ല പറ്റ വെട്ടിയിട്ടുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അവൻ എന്തിനാ അപ്പം പറഞ്ഞു. അപ്പൊ അച്ഛൻ മരിച്ചാൽ നമ്മളെ കസ്റ്റം 10,000 പോയിന്റ് ആണെങ്കിൽ, അപ്പൊ 10,000 പോയിന്റ് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മുട്ട അടിച്ചാൽ അപ്പൊ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനെ വേണ്ടായിരുന്നു, അത് നല്ലോണം കൊടുത്തു. അത് ബിഗ് ബോസ് വീണ്ടും മറ്റേ എപ്പിസോഡിൽ, അതായത് വീക്കെൻഡ് എപ്പിസോഡ് കാണിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ആര്യന് നല്ലോണം എക്സ്പോസ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഹേറ്റും ഉണ്ട്. അവന് മറ്റേ
ഇവിടെ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ചിരിച്ചത് അത് ഭയങ്കര ഫേക്ക്. വേദന കൊണ്ട് ചിരിക്കുന്ന ആളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ക അവൻ വെറും ഒരു നിലപാടില്ലാത്ത ആളാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അത് കൃത്യമായിട്ട് അഭിലാഷും നമ്മുടെ ഷാനവാസും എല്ലാവരും അഭിലാഷ് കൊടുത്തു, നല്ലോണം കൊടുത്തു. അവൻ തിരിച്ച് ചെരുപ്പെടുത്തെറിയുകയും ചെയ്തു. അതിനൊരു പണിഷ്മെന്റും കിട്ടി. ഡയറക്റ്റ് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കൂടുതലാണ്. ഇവനൊക്കെ അങ്ങ് നോമിനേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വോട്ട് കൊടുക്കാണ്ട് എലിമിനേറ്റ് ആക്കണം. അതാണ് ചെയ്യാനുള്ളത്. കാരണം ഇവനൊന്നും നോമിനേഷൻ വരാൻ ചാൻസ് കുറവായിരിക്കും. അതായിരിക്കും ഡയറക്റ്റ് നോമിനേഷനിലും കിട്ടുകൊടുത്തത്. ബാക്കി ജനങ്ങൾ എനിക്കൊന്നുമില്ല ആര്യൻ സർവേ. കാരണം കഴിഞ്ഞ വീക്കിലെ ഒരു അൺഒഫീഷ്യൽ പോൾ നോക്കുമ്പോൾ ആര്യൻ അധികം വോട്ടൊന്നും ഇല്ല, വോട്ട് കുറവാണ്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ എവിക്ഷനിൽ മറ്റേ കലാപം സരികയും നമ്മളെ കേവിയും പോയി, ശാരിക കേവിയും പോയി. എനിക്ക് ശാരിക കേബിരത്ത് ലാസ്റ്റ് ഒക്കെ ഒരു ഉണ്ടായിരുന്നേ. കാര്യം എന്താന്ന് വെച്ചാൽ മറ്റേ അവരൊരു ഹോട്ട് സീറ്റ് പോലെ സരിക തന്നെ പറഞ്ഞു പോയി ഇരുന്നിട്ട് പിന്നെ ദിലീപേട്ടൻ കേട്ടു എടുത്തു എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല. അതൊരു ഹോട്ട് സീറ്റ് ആണെന്നും ബോധമില്ലേ. അല്ല അത് കഴിഞ്ഞപ്പോ തന്നെ അവര് പറയുന്നുണ്ടായിരുന്നു, ലൈവിൽ കണ്ട അവര് പറയുന്നുണ്ട് ഇതൊരു ആ രീതിന് വേണ്ടി ചെയ്തതാണ്, ഇതൊന്നും വ്യക്തിപരമായിട്ട് എടുക്കരുതെന്ന്. ആ പറഞ്ഞു തീർന്ന് എല്ലാം പോയതിനു ശേഷം പിന്നെ ഒരു 3-4 മണിക്കൂറിന് ശേഷം പിന്നെ ആരോ കുത്തി തിരിച്ചാലും അവൾ ഒരു പ്ലേ ചെയ്യാന്നുള്ള ലെവലിൽ അത് എടുത്തോണ്ട് വന്നതായിരുന്നു. പക്ഷെ അതിനുശേഷം അവർക്ക് നല്ല ഹേറ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഓൾറെഡി സരിക കലാപം സരിക കേവിയും പോയി. ഇനി വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നുന്നുള്ളത് ശൈത്യമുണ്ട്, രേണു ഉണ്ട്. ഈ രേണു ഒന്നും അതിനകത്ത് ഒരു രേണുവിന് സപ്പോർട്ട് ഉണ്ട് പുറത്ത്. പക്ഷെ എനിക്കൊന്ന് ഇനിയുള്ളതിന് ആര്യൻ നോമിനേഷനിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ആര്യൻ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നാളത്തേക്ക് പെണ്ണുങ്ങൾ പോകുന്നില്ല, പെണ്ണുങ്ങൾ ഇപ്പൊ കുറഞ്ഞു. അതിന് 2 വൈൽഡ് കാർഡ് വരാനുണ്ടല്ലോ, അതിലവര് കയറ്റിവിടും. പക്ഷെ എനിക്ക് തോന്നുന്നത് ആര്യന് ചാൻസസ് ഇനി അടുത്ത് ഉടനെ പോണത് ഒനിയിലായിരിക്കും. ഒനിയലിനാണ് പിന്നെ വോട്ട് കുറവുള്ളത് അതിനകത്ത്. ഒനിയിലും പോണം. കണ്ടന്റ് കൊടുക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ ഇപ്പൊ സത്യം പറഞ്ഞ. അപ്പാനിയുണ്ട്, അനീഷ് ഇപ്പൊ കുറച്ച് ഒതുങ്ങി പോലെ ഉണ്ട്. പക്ഷെ അനീഷിന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അനീഷിനെ പറ്റിട്ട് കോമൺവെൽത്ത് ചൊറിയാനാവുന്നു എന്നായിരുന്നു ചോദ്യം. പക്ഷെ ഇപ്പൊ പോകപ്പോ അനീഷ് നല്ലൊരു ഗെയിമറായിട്ട് വരുന്നുണ്ട്. ഒരു ഫൈനൽ 5-ലും അല്ലെങ്കിൽ കപ്പെടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് ഫൈനൽ 5-ൽ ഉണ്ടാവാൻ ചാൻസ് ഒരുപാടുണ്ട്. അനീഷ് കപ്പെടുക്കുന്നുള്ള. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അനീഷിന്റെ ശരിക്കുള്ള സ്വഭാവം ഇതാണ്. ആദ്യം വന്ന അങ്ങനെ ഒരു മുഖംമൂടി പോലെ ഞാനൊരു ചൊറിയനാണെന്നുള്ള ലെവലിൽ നിന്നതാണ്. പക്ഷെ ഇപ്പം നോർമൽ ഒരു സ്വഭാവത്തിലോട്ട് മാറി. ശരിക്കും ഈ സ്വഭാവമാണ് അയാൾക്ക് നല്ലത്. അത് കൊള്ളാം. ചില 1-2 റീലൊക്കെ ഉണ്ട് നല്ലോണം ചിരിക്കുന്നതൊക്കെ അത് കോമഡിയിൽ. അപ്പം യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരും എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ രേണുവിന്റെ കാര്യം. രേണു ഒട്ടും ആക്റ്റീവ് അല്ല. ഭൂമി കൈയടക്ക ടാസ്കിലും ലാലേട്ടൻ വന്ന് നല്ലോണം കളിയാക്കുകയും ചെയ്തായിരുന്നു. അടുത്ത CCTV ഒരു ക്യാമറ പോലെ അവിടെ സൈഡിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു, ഒന്നും ചെയ്യാതെ. പിന്നെ അവരെ ഫിസിക്കലി അവർക്ക് വയ്യ. ഈ എനിക്കൊന്ന് ഇപ്പൊ സരിക PG ഉണ്ട്, കലാപം സരിക, അവർ ഇറങ്ങിയിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് രേണു വളരെ സാധാരണക്കാരിയായ ഒരാളാണെന്ന രീതിയിൽ. ചിലപ്പോൾ ആയിരിക്കും അവർക്ക് അതിനുള്ള ആരോഗ്യമില്ല. പിന്നെ മറ്റേ മുടിയൊക്കെ മറ്റേ ഫിക്സ് ചെയ്ത് അതിലാവട്ടെ ചോദിച്ചാൽ പറയുകയും ചെയ്തു എക്സ്റ്റൻഷന് വെച്ചിട്ട് മുട്ടയടിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ചിലപ്പോൾ അഴിഞ്ഞു പോകുന്നുള്ള പേടിയായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് അവൾ എന്തോരം ആക്റ്റീവ് ആയിരുന്നു. അത് മാത്രം അവൾക്ക് പേന്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. ഒരു ഹൈജീന്റെ ഒരു പ്രശ്നം, അവളെ പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റേ നഖം എടുത്ത് കാലെടുത്ത് വെച്ച് പ്രശ്നമേ ഉള്ളൂ ജാസ്മിന്. അത് പറയില്ലേ. അതെ. പിന്നെ കക്കൂസിടണ ചെരുപ്പിടാതെ ചെരുപ്പൊണ്ണ സോഫ ചോടണം, അതൊക്കെ ഭയങ്കര പ്രശ്നം. അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നില്ല. മൂക്കില് വേറെ ഇഷ്ടം പോലെ ഹൈജീൻ പ്രശ്നം ജാസ്മിന് പറയാം. അത് ഇഷ്ടം ഉണ്ടായിരുന്നു. മുടിയിലുള്ള ഹൈജീൻ. പക്ഷെ എക്സ്റ്റൻഷൻ വെച്ചുണ്ടായാലും അതുകൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല. ജാസ്മിനൊക്കെ ഒരുപാട് കുളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലും കാര്യമില്ല. എക്സ്റ്റൻഷൻ വെച്ചവർക്ക് കുളിക്കുന്നവരൊക്കെ ഉണ്ട്. ഉരിച്ചിട്ടല്ല, ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ആണ്. ഇവളുടേത് അല്ലാണ്ട് മുടിയുടെ ഇടയിൽ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചിരിക്കുന്ന പോലെയാണ്. അപ്പൊ അത് കുളിക്കാമെന്ന് ചെയ്തവര് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മുടെ വിഷയം. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ആ വീക്ക് പോയത്. 2 പേര് പോയി പുറത്ത്. പിന്നെ ആര്യൻ എക്സ്പോസ്ഡ് ആയി. പിന്നെ ഷാനവാസിന്റെ സദാചാര അമ്മാവങ്കളി, അത് പ്രശ്നം തന്നെ. അത് അക്ബറിന്റെ അത് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തായിരുന്നു. അക്ബർ ഞെട്ടിപ്പോയി. ജിസേലിന്റെ ശരത്തിന്റെ കാര്യം കൂടെ ചോദിക്കണമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ശരത്തിന്റെ അടുത്ത് ഇങ്ങനെ അവന്റെ ഒരു സാധനം എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്? അത് ചോദിക്കുമായിരിക്കും പോയില്ലെങ്കിൽ. ചിലപ്പം പുറത്തു പോയ ഒരാളെ പറ്റി പറയുന്നില്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത് എടുത്തിടാത്ത. പിന്നെ അപ്പൊ പക്ഷെ ഇവൻ എന്തിനകത്ത് അത് എടുത്തിടണം? ഇനി അവ ഇടുമ്പോഴത്തേക്കും ചോദിക്കുമായിരിക്കും. പക്ഷെ ഇത്തവണ എന്തായാലും ചോദിക്കുന്നു വിചാരിച്ചു. കാരണം അത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. അത് ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ ഇപ്പം മൈൽ സ്റ്റോൺ ഒക്കെ അതൊരു ഇന്റർവ്യൂല് ബിൻസിയത്ത് മസ്താനി ചോദിക്കുന്നുണ്ട്. അത് എന്തോ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്, അപ്പൊ കൈ തട്ടി മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംസാരം വരുന്നുണ്ട് അതിനകത്ത്.
അപ്പോൾ എന്തോ അതിലെല്ലാം ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷേ ഷാനവാസ് പക്ഷെ അത് പറഞ്ഞൊരു കണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ചോദിക്കുമായിരിക്കും. അവരൊരു ബ്രദർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഈ മഞ്ഞക്കണ്ണി പിന്നെ ഷാനവാസിന് എല്ലാം മഞ്ഞക്കണ്ണാണ്. അത് വന്ന അന്ന് തൊട്ടേ ഡിസൈനിന്റെ ഡ്രസ്സിനെ പറ്റി തുടങ്ങിയ കാര്യമാണ്. അക്ബറിനെ പറഞ്ഞു, ഇപ്പൊ ഇവനെ പറയുന്നു. പിന്നെ മറ്റേ ലെസ്ബിയൻ കപ്പിൾസിനെ പറ്റി അവരെ എന്തോ ഒരു ജീവിതം വേണ്ടേ. ആണോ? മെന്റലാണ് അസൽ ആ ഒരു എന്താ പറയാ സദാചാരമാവൻ കളിയാണ് ഷാനവാസ്. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ എന്തിനാണ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണത്? അപ്പൊ അതൊക്കെയായിരുന്നു Who cares? Who cares? അതാണ് ഇപ്പൊ പറ്റിയ ഒരു ഡയലോഗ്, ഹൂ കേഴ്സ്. ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വേറെന്താ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാലേട്ടന്റെ 2 ദിവസത്തെ ഡ്രസ്സും അടിപൊളിയായിരുന്നു. നല്ലാത്ത ലുക്കായിരുന്നു. എനിക്ക് ആ സാറ്റർഡേയിലെ ലുക്കാണ് കൂടുതൽ സൂപ്പറാണ്. ആ ഗ്ലാസും സ്പെക്സും വെച്ചിട്ടുള്ള ഈ ഒരു രക്ഷയില്ല. പിന്നെ മറ്റേ ഓണത്തിന്റെ അത്ര പൂക്കളം ഡ്രസ്സും അതും കൊള്ളായിരുന്നു. പൂക്കളം പാട്ടും കൊള്ളാം. അടുത്ത ആഴ്ച മിക്കവാറും എവിക്ഷൻ കാണത്തില്ല. കാരണം ലാലേട്ടനില്ലാതെ എവിക്ഷൻ നടത്താറില്ലല്ലോ. അപ്പൊ എവിക്ഷൻ കാണാൻ ചാൻസ് കുറവാണ് അടുത്ത വീക്കില്. രണ്ടുപേരും കാരണം ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്താണ് പറയുക, ഈ അടുത്ത ആഴ്ച കാണത്തില്ല, എന്തോ ട്രിപ്പ് പോവുകയാണ്. പക്ഷെ ജോയിൻ ചെയ്യുന്നു പറഞ്ഞു, സൂമിലെല്ലാം ജോയിൻ ചെയ്യുമായിരിക്കും. പക്ഷെ പിന്നെ അടുത്ത ആഴ്ച ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു ചാൻസ് കൂടെ ഉണ്ട്. ഈ മിഡ് വീക്കോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു എവിക്ഷൻ പോലെ കാണിച്ചിട്ട് സീക്രട്ട് റൂമിന് ഒരു ചാൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്, മേ ബി. പിന്നെ അതുപോലെ ചിലപ്പോ അടുത്ത ആഴ്ചക്ക് ഇവർക്ക് ഓണം ആഘോഷം കൊടുക്കാൻ പോകണം. ലാലേട്ടൻ ഇല്ലല്ലോ. ഇല്ല, അതിന് ഓണമായില്ലല്ലോ. അടുത്ത ഓണം വരും. പക്ഷെ ആ ഓണത്തിന്റെ ആരെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ചാൻസ് ഒന്നും വിടില്ല. അപ്പൊ പിന്നെ ഒരുപാട് നീണ്ടുപോകില്ല. അപ്പൊ ഓണം ചിലപ്പോൾ മിക്കവാറും ഇവർക്ക് അടുത്ത ആഴ്ച ആഘോഷിക്കാൻ കൊടുക്കുമായിരിക്കും. ഓണം ആഘോഷിച്ചിട്ട് പുറത്ത് പോട്ടെ, പിന്നെ അടിച്ചൊന്നും ഓണം ആഘോഷിക്കാന്നായിരിക്കും. എന്തായാലും ഗെയിം നല്ലോണം അടിപൊളിയാവുന്നുണ്ട്. നല്ല നല്ല ഗെയിംസ് ആണ് കൊടുക്കുന്നത്. അടിപൊളിയാണ്. ഇവര് ജിസേലും ഒനിയിലും കൂടെ ജയിലിൽ പോയായിരുന്നു. അതിന് വെച്ചാ അക്ബർ പാടിയ എല്ലാവർക്കും ട്രോള് കിട്ടുമായിരുന്നു. അടിപൊളി. രേണുവിനുള്ള രേണുവിനല്ല, പക്ഷെ അടുത്ത അനുമോൾക്കാണ്. അതെ അതെ അതെ, അത് പറയുന്നുണ്ടല്ലോ, അനുമോൾക്ക് മാത്രമാണ് ഈ വലിയ വിഷയം വന്നത്. പക്ഷെ അതൊന്നും അല്ല, അത് അനുമോള് പറഞ്ഞ കാര്യമായിരുന്നു. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല അധികം. പക്ഷെ എന്തായാലും എന്താവട്ടെ, അതൊക്കെ അവരെന്താണെന്ന് വെച്ചാൽ അതിനെ ശ്രദ്ധിക്കുമായിരിക്കും ഇനിയെങ്കിലും. ഓൾറെഡി ഒരു ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ആര്യന്റെ മറ്റേ ഞാൻ എന്താ വെറും എലിയല്ല പുലിയല്ലേ വെറും എലിയാണെന്നൊരു മുട്ട വെക്കുന്ന സാധനം കൊടുത്തല്ലോ. അതിൽ എന്നിട്ട് അവന് എന്നുവെച്ചാൽ ഈ ലാലേട്ടൻ പോയതിനു ശേഷം ഇവര് സംസാരിക്കണല്ലോ അപ്പാനിയായിട്ട്. ഭയങ്കരമായിട്ട് അവന്റെ ഒരു മുട്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംസാരം ഉണ്ടായിരുന്നു. അത് അവൻ ഉദ്ദേശിച്ച ആരെണ്ണെന്ന് പിടിയില്ല, ലാലേട്ടനെയാണോ അതോ ഉറങ്ങുമ്പോ വെക്കണം. അത് ചോദിച്ചു. ലാലേട്ടൻ ചോദിച്ചു നീ എന്നെ ഊതിയതാണോ? അത് പിന്നെ ഉറങ്ങുമ്പോ ഇത് വെച്ചോണ്ടൊക്കെ ആരെങ്കിലും പറയൂ. പക്ഷെ പറഞ്ഞു ചോദിച്ചോണ്ടോ അവന്റെ കിടക്കാൻ പറഞ്ഞു. അവന് കുളിക്കുമ്പോഴും വെക്കേണ്ടി വരും. അതെ അതെ അതെ, ചുമ്മാ ചോദിച്ചു മേടിച്ചതാണ് അവൻ. അങ്ങേരിച്ചിട്ട് കളിച്ച തിരിച്ചു ദേഷ്യപ്പെട്ട് അത്ര പിടിച്ചില്ല, എടുത്തെടുത്ത് ചോദിച്ചോണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് വീക്കിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഗെയിം നല്ലോണം മുറുകുന്നുണ്ട്. കണ്ടസ്റ്റൻസ് ഒക്കെ കുറച്ചുകൂടെ കളിയിലോട്ട് ഇറങ്ങട്ടെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ഉടനെ വരും എന്ന് പറഞ്ഞാല് ഡിലേ ആയി പോകുന്നുണ്ട്. അതിന് നമ്മളെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ശരിയാക്കാണ്ടാണ്, ടൈം കിട്ടുന്നില്ല. ഇതുപോലെ ഒരുമിച്ച് സംസാരിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇട്ട് വരാത്തത്. നമ്മൾ ഇനിയും മാക്സിമം ശ്രമിക്കും അടുത്തടുത്ത് ഉടനെ വീഡിയോ ഇടാൻ. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കുറവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് വീഡിയോ ഇടാം. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ. എന്തായാലും കമന്റ് കാണുന്നവരെന്തെങ്കിലും ഒരു കമന്റ് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. അതായിരിക്കും അതിനോട് അത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. നമുക്ക് കുറച്ച് റെസ്പോൺസ് കിട്ടുമല്ലോ. എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നും നമ്മളെ റൂട്ട് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇത് കിട്ടില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് റിവ്യൂ ചെയ്യാൻ വേറെ നമ്മൾ രണ്ടൊരു റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. പുറത്തുനിന്ന് ഒരാളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പുറത്തുനിന്നുള്ളൊരു 4 വയസ്സ് ഒരു കൊച്ചേ ഉള്ളത്, അവളതിനുള്ള പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ അവൾ ചെയ്ത് തന്നെ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.